ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കിഡിലൻ സ്ക്വാഷിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് സ്ക്വാഷാണ്. നല്ല അടിപൊളി കളറാണ്, നല്ല കളർഫുള്ളാണ്, കുടിക്കാനും നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്കും കൂടെയാണ്. ഇഫ്താറിന്റെ സമയത്ത് നമുക്ക് നല്ല ഈസി ആയിക്കോട്ടെ ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു മാസമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത് വേഗത്തിൽ തന്നെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. ആദ്യം നമുക്ക് ബീട്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, 500 ഗ്രാം, രണ്ടെണ്ണം 1/2 കിലോ. ഇത് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ, 4 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നന്നാരിയാണ്. നമ്മളെ കൈപ്പിടിയിൽ 2 പിടി നന്നാരി എടുത്തിട്ടുണ്ട്. ഇത് വൈദ്യക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് 2 വലിയ കഷ്ണം പട്ടയാണ്. ഇതൊക്കെ ഇട്ട് കൊടുക്കണതുകൊണ്ട് തന്നെ ബീട്രൂട്ടാണെന്ന് അറിയില്ല കേട്ടോ ഈ സ്ക്വാഷ്. പിന്നെ 250 ml കപ്പിൽ 4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒരു 10 12 കപ്പ്, 250 ml കപ്പിൽ ഒരു 10 12 കപ്പ് വെള്ളം എടുക്കുക. വെള്ളം 10 കപ്പ് എടുക്കുക, 12 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 4 കപ്പ് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ബീട്രൂട്ടിൽ മധുരമൊന്നുമില്ലല്ലോ, നമ്മൾ വെള്ളത്തിലല്ലേ തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ മാറ്റി വെച്ച നന്നാരിയും പട്ടയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നാരിയും പട്ടയൊക്കെ ഇട്ട് കൊടുക്കണതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാവില്ല, നല്ല അടിപൊളി കളറും നല്ല ടേസ്റ്റും. ആ ബീട്രൂട്ടിൻ്റെ കുത്തോ ആ ടേസ്റ്റോ ഒന്നും വരില്ല കേട്ടോ. അത് തിളക്കുമ്പോൾ ആ നന്നാരിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ഈ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്ത് നല്ല ഈസിയാണ് നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ. കഴിഞ്ഞ ഇഫ്താറിൻ്റെ വീഡിയോയിൽ ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കി കാണിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെന്ന്. പിന്നെ ആ സമയത്ത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇഫ്താറിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട്, നല്ല ടേസ്റ്റുള്ള ബീട്രൂട്ട് ഉണ്ടാവുമല്ലോ, അത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കളറാവും. നമുക്കതിൽ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളെ ബീട്രൂട്ടൊക്കെ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ നല്ല തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 45 മിനിറ്റ് വേണം കേട്ടോ അത് കുറുകി വരാൻ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നമ്മളെ പണികളൊക്കെ ചെയ്യാം, ഈസിയാണ് ഉണ്ടാക്കാൻ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് നോക്കണം കേട്ടോ. നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് പോയി പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ നിൽക്കരുത്. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് ചെയ്യാം. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുള്ള ഒരു പരുവാവണം. ഇനി നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാനുള്ള പാത്രം നല്ല വൃത്തിയുള്ളതാവണം. നല്ല ഉണങ്ങിയ അരിപ്പയും പാത്രമൊക്കെ എടുക്കുക. നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യണില്ലല്ലോ. പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതിലിപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ല. ഇനി അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ബീട്രൂട്ട് കഷ്ണങ്ങളൊന്നും കളയണ്ട. കുട്ടികളുടെ വീടുകളിലാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും, നല്ല മധുരം ഉണ്ടല്ലോ. പിന്നെ ഇത് ഉണക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ച ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. 4 ചെറുനാരങ്ങൻ്റെ ജ്യൂസാണ് നമ്മൾ എടുത്തിരുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം 4 ബീട്രൂട്ട് വെച്ച് ഉണ്ടാക്കിയ സ്ക്വാഷാണ്. ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് 2 ബീട്രൂട്ട് വെച്ച്, ആ 2 ബീട്രൂട്ട് വെച്ചിട്ടുള്ള മെഷർമെൻറ്റിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാനൊരു 2 ബീട്രൂട്ട് വെച്ചിട്ടും കൂടെ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് 4 ബീട്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇത്രയും സ്ക്വാഷ് കിട്ടിയത്. ഇനി ഇത് നമുക്ക് നല്ല വൃത്തിയുള്ളൊരു ബോട്ടിലിൽ ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. ഫ്രിഡ്ജിൽ ഒരു മാസത്തിൽ കൂടുതൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. ഈ ചൂടിനും ദാഹത്തിനും പറ്റിയൊരു ഡ്രിങ്കാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇടുക. ഇനി നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ഭംഗിയാണല്ലോ കാണാൻ, പിന്നെ നല്ലതാണല്ലോ ഈ ചൂടിനൊക്കെ കസ്കസ് നല്ലതാണ്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ അളവിൽ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക, വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ദാ നമ്മളെ ഡ്രിങ്ക് റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റുള്ള, കാണാനും നല്ല ഭംഗിയുള്ള, നമ്മൾ പ്രിസർവേറ്റീവ്സും കളേഴ്സൊന്നും ചേർക്കാത്ത അടിപൊളി ഡ്രിങ്ക് റെഡിയായി. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
ഇഫ്താറിനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അടിപൊളിയാണ്. ഇനി നമുക്ക് പൈനാപ്പിൾ സ്ക്വാഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. 1.5 കിലോ വെയിറ്റ് വരുന്നുണ്ട് 2 പൈനാപ്പിളും കൂടെ. പൈനാപ്പിൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കി എടുക്കാം. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അധികം പഴുക്കാത്ത പാകാവാത്ത പൈനാപ്പിളാണ്. ഇനി നമുക്കിത് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് മിക്സിയിലിട്ട് ജ്യൂസാക്കി എടുക്കണം. ജ്യൂസാക്കി അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ പൈനാപ്പിളിൻ്റെ ജ്യൂസ് എടുത്ത് ഇത് 10 ഗ്ലാസ് ഉണ്ട്. ഇത് ഞാൻ ജ്യൂസറിലിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടും അടിച്ചെടുക്കുക. 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായി അരിച്ചെടുത്താൽ മതി. നമ്മളെ പൈനാപ്പിൾ നല്ല കളറുണ്ട്, നല്ല യെല്ലോ കളറും ഉണ്ട്, നല്ല മധുരവും ഉണ്ട്. കണ്ടപ്പോൾ ഞാൻ അധികം പാകമായിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല കളറും ഉണ്ട്, നല്ല മധുരമുണ്ട്. അപ്പോൾ നല്ല കളറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ആവശ്യത്തിനനുസരിച്ച് നോക്കി ഇട്ട് കൊടുത്താൽ മതി. പൈനാപ്പിൾ മധുരം ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അങ്ങനെ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. കളർ കുറഞ്ഞ പൈനാപ്പിൾ ആണെങ്കിൽ ഒരു ഇത്തിരി കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എസെൻസ് ഉണ്ടെങ്കിൽ എസെൻസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സ്ക്വാഷൊക്കെ വാങ്ങൂലേ, പൈനാപ്പിൾ സ്ക്വാഷ്, അതേ ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിലിപ്പോൾ എസെൻസ് ഇല്ല, അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം, മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്ക്വാഷ് നല്ല തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പതൊക്കെ നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ സ്ക്വാഷ് ജ്യൂസ് നല്ല തിളച്ച് ക്ലിയറായി വന്നിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കൊണ്ട് സ്ക്വാഷ് റെഡിയാവും. പൈനാപ്പിൾ ജ്യൂസ് കുറച്ച് കട്ടിയുള്ളതല്ലേ, നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ 2-3 ഗ്ലാസ് വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക. എന്നിട്ട് 12 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. 2 ചെറുനാരങ്ങൻ്റെ ജ്യൂസാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. മധുരം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. സ്ക്വാഷ് നല്ല തണുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു ബോട്ടിലിൽ ഒഴിച്ച് സൂക്ഷിച്ച് വെക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്ത് കൊടുക്കാത്തതാണ്. അപ്പോൾ നല്ല കളറും നല്ല മധുരമൊക്കെ ഉള്ള അടിപൊളി സ്ക്വാഷാണ്. ഈ ചൂടിനും ദാഹത്തിനും ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ 2 പൈനാപ്പിൾ വെച്ചിട്ട് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് സ്ക്വാഷ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പൈനാപ്പിൾ ഡ്രിങ്ക് ഉണ്ടാക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കട്ടോ. മധുരത്തിന് ആവശ്യമായത് എത്രയാണോ അത്ര ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ സ്ക്വാഷ് റെഡിയായി. നല്ല രസമല്ലേ കാണാൻ, നല്ല യെല്ലോ കളറിൽ അടിപൊളി ഡ്രിങ്കാണ്. കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല കളർഫുള്ളായിട്ട് യെല്ലോ കളറിലും നല്ല റെഡ് കളറിലുള്ള ഡ്രിങ്ക് റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് മിൻറ്റ് ലീവ്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. പൈനാപ്പിളിൻ്റെ പീസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മിൻറ്റ് ലീവ്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. ഇനി നമുക്ക് സോഡ ചേർത്തിട്ടുണ്ടാക്കുക. സോഡ ചേർത്തിട്ടുണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഇഫ്താറിന് അടിപൊളിയാക്കണം. എല്ലാവരും ഈ സ്ക്വാഷ് ഉണ്ടാക്കി നോക്കട്ടോ. ഈ ചൂടിനും ദാഹത്തിനും ഒക്കെ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ഡ്രിങ്ക് റെഡിയാക്കാം. 2 ഐറ്റം സ്ക്വാഷ് ഉണ്ടാക്കുക. നമുക്ക് ഇതേപോലെ ഏത് ഫ്രൂട്ട് വെച്ചിട്ടും സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.